മഞ്ചേശ്വരം കടലിൽ വലിയ ടഗ് വന്നിടിച്ച് മത്സ്യബന്ധന ബോട്ട് തകർന്നു. 6 തൊഴിലാളികളും അത്ഭുതകരമായി രക്ഷപ്പെട്ടെങ്കിലും ഒരാൾക്ക് പരിക്കേറ്റു. ഏകദേശം 1,25,00,000 രൂപയുടെ നാശനഷ്ടമുണ്ടായെന്നാണ് ബോട്ടുടമ പറയുന്നത്. This news sponsored by Bobby Chamanur International Jewelers, traditionally trusted for 162 years. മെയ് 24 പുലർച്ചെ 4:30 അപകടം നടന്നത്. മംഗളൂരു ഹാർബറിൽ നിന്നും മുംബൈയിലേക്ക് ചരക്കുമായി പോവുകയായിരുന്ന വലിയ ടഗ്ഗാണ് മത്സ്യബന്ധന ബോട്ടിൽ ഇടിച്ചതെന്നാണ് വിവരം. കന്യാകുമാരി സ്വദേശിനിയായ പുനീതയുടെ ഉടമസ്ഥതയിലുള്ള സൂസന്ന എന്ന ബോട്ടിനാണ് അപകടം നേരിട്ടത്. ഇതിലെ ജോലിക്കാരനായ സുബിൻ എന്ന 40-കാരനാണ് പരിക്കേറ്റത്. ഡ്രൈവർ ആന്റണി, മെൽട്ടൻ, ജോഷുവ, ഷിബു, വോൾസൺ എന്നിവരാണ് ബോട്ടിലുണ്ടായിരുന്ന മറ്റു തൊഴിലാളികൾ. ഇവരും കന്യാകുമാരി സ്വദേശികൾ തന്നെയാണ്. ബോട്ടിൻ്റെ മേൽക്കൂര, ഡെക്ക്, സ്റ്റോർ, ബോഡി ഭാഗങ്ങൾ എന്നിവയെല്ലാം അപകടത്തിൽ തകർന്നു. ബോട്ടിൻ്റെ സൈഡിലാണ് ടഗ്ഗടിച്ചതെന്നും ഡ്രൈവർ ആന്റണി പറഞ്ഞു. ഇടിയുടെ ആഘാതത്തിൽ ബോട്ട് വലിയ രീതിയിൽ കുലുങ്ങിയതായും പറയുന്നു. കഴിഞ്ഞ മാസം 24 തങ്ങൾ കന്യാകുമാരിയിൽ നിന്നും മത്സ്യബന്ധനത്തിനായി പുറപ്പെട്ടതെന്നും മഞ്ചേശ്വരം ഹാർബറിൽ നിന്നും 6 നോട്ടിക്കൽ മൈൽ അകലെയിരിക്കെയാണ് ടഗ് ബോട്ടിൽ വന്നിടിച്ചതെന്നും തൊഴിലാളികൾ വ്യക്തമാക്കി. അപകടം വരുത്തിയിട്ടും ടഗ് നിർത്താതെ മുന്നോട്ടു പോയതിനെ തുടർന്ന് വയർലെസ് സെറ്റിലൂടെ തങ്ങൾ പലതവണ ബന്ധപ്പെടാൻ ശ്രമിച്ചതായും ഒടുവിൽ കണക്ഷൻ കിട്ടി കാര്യം അറിയിച്ചപ്പോൾ സോറി, ഞങ്ങൾ ബോട്ട് കണ്ടില്ലെന്ന് മാത്രം പറഞ്ഞ് തീർത്തും നിസ്സാരമട്ടിൽ ഉത്തരവാദിത്തത്തിൽ നിന്നും ഒഴിഞ്ഞു മാറാനാണ് അവർ ശ്രമിച്ചതെന്നും ആരോപണമുണ്ട്. കപ്പലിൻ്റെ പേര് ഓസ്റ്റൽ റേഡിയൻസ് ആണ്. ഭയങ്കര അപകടമാണ് ഞങ്ങൾ പറ്റിയത്. ബോട്ട് ഞങ്ങൾ നിർത്താൻ പറഞ്ഞപ്പോൾ നിർത്താതെ അങ്ങനെ പോയിക്കൊണ്ടിരുന്നു. ആൾക്കാർക്ക് എന്താ സംഭവിച്ചതെന്ന് പറഞ്ഞ് നോക്കാതെ അങ്ങനെ അവരുടെ പാട്ടിന് അവർ പോയിക്കൊണ്ട് സോറി എന്ന് പറഞ്ഞിട്ട് തന്നെ പോയി. ഞങ്ങൾ പോലീസിൽ കംപ്ലയിൻറ്റ് കൊടുക്കുമെന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞ് കണ്ടില്ല, സോറി അങ്ങനെ തന്നെ പറഞ്ഞുകൊണ്ട് അവർ പോയിക്കൊണ്ടിരുന്നു. അപ്പോൾ ഇവർ എന്ത് ഏതാണെന്നൊക്കെ ഒന്നും അറിയാനൊന്നും കിട്ടില്ല, ചോദിച്ചിട്ടില്ല. ഹോൺ റോഡൻ്റ് എന്ന ടഗ്ഗാണ് അപകടം വരുത്തിയതെന്ന് വയർലൻസ് സിഗ്നലിലൂടെ തിരിച്ചറിഞ്ഞിട്ടുണ്ടെന്ന് ഡ്രൈവർ ആന്റണി അറിയിച്ചു. അപകടത്തെ തുടർന്ന് ബോട്ടിൻ്റെ ഭാഗങ്ങൾ തകർന്നതിനാൽ വേഗത്തിൽ സഞ്ചരിച്ചാൽ വെള്ളം കയറുമെന്ന അവസ്ഥയായിരുന്നു. ഇതിനാൽ അതീവ ജാഗ്രതയോടെ വളരെ പതുക്കെയാണ് ബോട്ട് മഞ്ചേശ്വരം ഹാർബറിലേക്ക് എത്തിച്ചതെന്നും തൊഴിലാളികൾ പറഞ്ഞു. ബോട്ടിൻ്റെ മേൽക്കൂര പൂർണ്ണമായി തകർന്നതിനാൽ ഇവിടെ സൂക്ഷിച്ചിരുന്ന ലൈഫ് ജാക്കറ്റുകൾ ഉൾപ്പെടെയുള്ള ജീവൻ രക്ഷാ ഉപകരണങ്ങളും നഷ്ടമായി. സ്റ്റോർ ഭാഗത്തുണ്ടായിരുന്ന മറ്റു ഉപകരണങ്ങൾക്കും കേടുപാടുകൾ സംഭവിച്ചു. കരയിലെത്തിച്ച ശേഷം ബോട്ട് വിശദമായി പരിശോധിച്ചു. ഏതാണ്ട് 1,25,00,000 രൂപയുടെ നഷ്ടമുണ്ടായിട്ടുണ്ടെന്നാണ് ബോട്ടുടമ പറയുന്നത്. സംഭവത്തിൽ കുമ്പളശ്ശേരിയിലെ കോസ്റ്റൽ പോലീസ് ബോട്ട് ഡ്രൈവറുടെയും മറ്റ് തൊഴിലാളികളുടെയും മൊഴിയെടുത്ത് അന്വേഷണം ആരംഭിച്ചതായാണ് സൂചന. ന്യൂസ് ബ്യൂറോ, ഉപ്പള.